हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔദുബില്ലാഹി മിനശ്ശൈത്താനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 31 ജനുവരി 2026 ശനിയാഴ്ചയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMT അടിസ്ഥാനത്തിൽ ഇപ്പോൾ 4:30 മണിയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇത് രാഹയുദയുടെ സമയമാണ്. ഖാദിയാൻ ദാറുൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടുള്ള രാഹയുദയുടെ 4 എപ്പിസോഡുള്ള ഒരു സീരീസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ സീരീസിലെ 3-ാമത്തെ എപ്പിസോഡാണ്. ഈ സീരീസിൽ നാം ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥം ഹഖീഖത്തുൽ വഹി എന്നുള്ള ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ രാഹയുദ ലൈവ് ആയതോടൊപ്പം തന്നെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് നമ്മുടെ പ്രേക്ഷകർ തങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനൽ വെക്കുകയും അവർ അതിനുള്ള ഉത്തരം നൽകുകയും ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. പ്രിയ പ്രേക്ഷകർ ടെലിവിഷൻ സ്ക്രീനിൽ കാണപ്പെടുന്ന കോൺടാക്ട്സ് മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺ ലൈൻ മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരവും ഫാക്സ് മെസ്സേജ് മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും ബന്ധപ്പെടാവുന്നതാണ്. നമ്മോടൊപ്പം ഇന്ന് സംസാരിക്കുന്ന പണ്ഡിതന്മാരുടെ പാനലിൽ ഞാൻ അവരെ ആദ്യം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹമീദ് കോസർ സാഹിബ്, ബഹുമാനപ്പെട്ട അത്താൽ മുജീബ് ലോൺ സാഹിബ് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതായിരിക്കും. ഞാൻ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ കാതലായിട്ടുള്ള വിഷയം വഹിയും ഇൽഹാമാണ്. ഈ കാലഘട്ടത്തിൽ അധിക ജനങ്ങളും ഒരു സ്വപ്നവും അല്ലെങ്കിൽ ഒരു ഇൽഹാം എപ്പോഴാണ് വിശ്വാസയോഗ്യമായിരിക്കുന്നത് എന്നുള്ള കാര്യം അവർക്കറിയില്ല. എങ്ങനെയുള്ള അവസ്ഥയിലാണ് അത് ഷൈത്താൻ്റെതാണോ അത് അള്ളാഹുവിൻ്റെ ആണോ എന്നുള്ള കാര്യത്തിൽ എങ്ങനെയാണ് നാം അതിന് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചും ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ഹുസൂർ തിരുമേനി സ്വപ്ന തൻ്റെ പ്രവചനങ്ങൾ അത് എങ്ങനെ പൂർത്തിയായി എന്നും ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ദുആ സ്വീകാര്യതയുടെ അടയാളങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഹുസൂർ തിരുമേനി വെച്ചിരിക്കുന്നു. ഏറ്റവും വലിയ അടയാളം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാർ, അതുപോലെ തന്നെ പീറുമാർ, ആര്യമാർ, ക്രൈസ്തവർക്കെതിരെ നടത്തിയ മുബാഹലയാണ്. അതിൻ്റെ വിശദീകരണം വായിച്ചുകൊണ്ട് ഒരു നാസ്തികൻ പോലും ഈ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അള്ളാഹു തീർച്ചയായിട്ടുമുണ്ട്, ഹദ്റത്ത് മസീഹ് ഇസ്ലാം സത്യവാനാണെന്ന് പറയുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ഈ ഒരു ആമുഖത്തോടൊപ്പം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഞാൻ ബഹുമാനപ്പെട്ട ഹമീദ് കോസർ സാഹിബിനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, 200 പണ്ഡിതന്മാർ എനിക്കതിൽ കുഫറിൻ്റെ ഫത്വ ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ ഫിത്നകളെല്ലാം ചെയ്തിട്ടും എനിക്കെന്ത് ബുദ്ധിമുട്ടാണ്, നഷ്ടമാണ് ഇവർ ഉണ്ടാക്കിയത് എന്ന്. എന്താണ് ഹുസൂർ തിരുമേനി പറഞ്ഞിരിക്കുന്നത്? ജസാക്കുമുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു നിശ്ചയമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തത്വം പറഞ്ഞിരിക്കുന്നു. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കസിബ ലാ യുഫ്ലിഹൂൻ. ആരാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് കള്ളം പറയുന്നത്, കറ്റുകെട്ടുന്നത്, തീർച്ചയായിട്ടും അവർ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന്. അവരുടെ
ലക്ഷ്യത്തിൽ. ഇത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 1400 വർഷം ഇതിനുള്ള തെളിവാണ്. ആരൊക്കെയാണോ അള്ളാഹു എന്നോട് സംസാരിക്കുന്നു, എന്നോട് വഹി ചെയ്യുന്നു എല്ലാം വാദിച്ചിരിക്കുന്നത്, കള്ളം പറഞ്ഞിരിക്കുന്നത്, അവരൊരിക്കലും ഒരിക്കലും വിജയിച്ചിട്ടില്ല. എല്ലാ കള്ളനെയുമാരും അവർ വിഫലമാകുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും അള്ളാഹു ഇൽഹാം ചെയ്യുകയുണ്ടായി. അള്ളാഹു ദൈവിക സംഭാഷണം നൽകുകയുണ്ടായി. ഇതുപോലെ 1875 മുന്നേ ഈ ഒരു ഇൽഹാമിൻ്റെ ദൈവിക ഭാഷണത്തിൻ്റെ ആ ഒരു ശൃംഖല തുടങ്ങിയിരിക്കുന്നു. ഹുസൂത്ത് ഇബ്നു അസ്നോട് അള്ളാഹു പറയുകയുണ്ടായി ഹുസൂത്ത് ഇബ്നു അസ്നോട്, ഈ മുസ്ലിങ്ങൾ പറയുന്നു, ഈസാ അലൈഹി ഇസ്ലാം അവനെ അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. 1890 കാര്യമാണിത്. ഈ ഒരു കാര്യം, ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. ഈസാ അലൈഹി ഇസ്ലാം ആകാശത്തേക്ക് പോയി എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം ഇതാണ്: വരാനിരിക്കുന്ന മസീഹ് അത് അദ്ദേഹത്തിൻ്റെ സദൃശ്യനായിരിക്കും വരിക എന്നുള്ളത്. അള്ളാഹു ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഒരു വാർത്ത നൽകുകയുണ്ടായി. മുൻകഴിഞ്ഞ മസീഹ് മറ്റെല്ലാ പ്രവാചകന്മാരെ പോലെയും മരണപ്പെട്ടിരിക്കുന്നു. ആരാണോ മരണപ്പെട്ടിരിക്കുന്നത് അവൻ തിരിച്ചു വരികയില്ല. മസീഹ് അലൈഹി സ്വലാം, ആദ്യത്തെ മസീഹ്, അദ്ദേഹം ഇനി ലോകത്തേക്ക് തിരിച്ചു വരികയില്ല. ഏത് മസീഹിനെ സംബന്ധിച്ചാണോ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്, ഇഞ്ചിയിൽ പറഞ്ഞിരിക്കുന്ന വാർത്തകൾ, അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഒരു സദൃശ്യനാണ്, അത് താങ്കളാണെന്ന് പറയുകയുണ്ടായി. താങ്കൾ മസീഹാണ്. വിശുദ്ധ ഖുർആനിൽ, ഹദീസുകളിൽ, ഇഞ്ചീലിൽ നൽകപ്പെട്ട വാർത്തകൾ അത് താങ്കളെ സംബന്ധിച്ചാണ് എന്ന് പറയുകയുണ്ടായി. ചിലയിടത്ത് ഉദാഹരണം, ചിലയിടത്ത് സൂചന എന്നോണം, ചിലയിടത്ത് വ്യക്തമായിട്ടും എല്ലാം പറഞ്ഞിരിക്കുന്ന എല്ലാ വാർത്തകളും താങ്കളെ സംബന്ധിച്ചാണ്. ഹുസൂത്ത് ഇബ്നു അസ്നോട് ഇത് വിളംബരപ്പെടുത്താൻ പറയുകയുണ്ടായി. ഒരു റിവായത്തിൽ വരുന്നു, ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് നുസ്രത്ത് ജഹാൻ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഹുസൂത്ത് ഇബ്നു അസ്നോട് ഒരു ദിവസം പറയുകയുണ്ടായി എന്നോട്, ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ്, ജനങ്ങൾ എനിക്കെതിരെ ശക്തമായിട്ട് എതിർക്കുന്നതായിരിക്കുമെന്ന് പറയുകയുണ്ടായി. ഹുസൂത്ത് ഇബ്നു അസ്നോട് അതിനുശേഷം 3 ഗ്രന്ഥങ്ങൾ അവിടുന്ന് എഴുതുകയുണ്ടായി. അതിനുശേഷം ഒന്നാമത്തെ ഫതഹ് ഇസ്ലാം, തൗസിയ മറാം, ഇസാഉൽ ഔഹാം എന്നുള്ള ഗ്രന്ഥങ്ങൾ. ആദ്യത്തിൽ ഫതഹ് ഇസ്ലാമിൽ തൗസിയ മറാം അത് ഖാദിയാനിൽ എഴുതുകയുണ്ടായി. 2 ഗ്രന്ഥങ്ങളും അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അമൃത്സറിൽ റിയാസ് സിയാ ഹിന്ദ് പ്രസിൽ അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ ഗ്രന്ഥങ്ങളിൽ ആദ്യമായിട്ട് ഫതഹ് ഇസ്ലാമിൽ ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഈ വിശ്വാസത്തെ, ഈ ഒരു കാര്യത്തെ അവിടുന്ന് വിളംബരപ്പെടുത്തുകയുണ്ടായി. ഈ ഗ്രന്ഥം അത് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അമൃത്സറിൽ മുഹമ്മദ് ഹുസൈൻ ബട്ടാലബി സാഹിബ് ഉണ്ടായിരുന്നു. ഒരാൾ അദ്ദേഹത്തോട് ചെന്ന് പോയി പറയുകയുണ്ടായി, ഇങ്ങനെ മിർസ ഗുലാം അഹമ്മദ് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. മസീഹാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ദേഷ്യം വരികയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, എന്നോട് ചോദിക്കാതെ എങ്ങനെ അങ്ങനെ വിളംബരപ്പെടുത്തിയെന്ന്, എന്നോട് എന്തുകൊണ്ട് ചോദിച്ചില്ല. അങ്ങനെ അദ്ദേഹം ആ ഗ്രന്ഥം എടുത്ത് വായിക്കുകയുണ്ടായി. അത് വായിച്ചതിന് ശേഷം ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന് ഒരു കത്തെഴുതുകയുണ്ടായി. ഞാൻ താങ്കളുടെ ഗ്രന്ഥം വായിച്ചു, ഇനി താങ്കൾ എനിക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുകയുണ്ടായി. നിങ്ങൾ ആ മസീഹ് തന്നെയാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യപ്പെട്ട ആ മസീഹ് തന്നെയാണോ എന്ന് ചോദിക്കുകയുണ്ടായി. ഹുസൂത്ത് ഇബ്നു അസ്നോട് പറയുകയുണ്ടായി, ഞാൻ ആണ് എന്ന് മാത്രം ഹുസൂത്ത് ഇബ്നു അസ്നോട് എഴുതുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ള അതേ മസീഹ് തന്നെയാണ് ഞാൻ എന്ന് പറയുകയുണ്ടായി. ഇത് പറഞ്ഞപ്പോൾ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി കോപത്തിൽ കത്തുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ തന്നെയാണ് ബറാഹീനെ അഹമ്മദിയ താങ്കൾ എഴുതിയപ്പോൾ ഞാൻ എൻ്റെ റിവ്യൂ എഴുതിക്കൊണ്ട് ഞാൻ എഴുതിയത് കാരണം കൊണ്ടാണ് ജനങ്ങൾ ഞാനാണ് താങ്കളെ ആകാശത്തേക്ക് ഉയർത്തിയത് എന്ന്. ഞാൻ എത്രത്തോളം താങ്കളെ പുകഴ്ത്തി എന്നാൽ ആ കാരണം കൊണ്ടാണ് താങ്കൾ ഉയർത്തപ്പെട്ടത്. ഇനി ഞാൻ തന്നെ താങ്കളെ ഇകഴ്ത്തുന്നതാണെന്ന് അയാൾ പറയുകയുണ്ടായി. എന്തായാലും മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, എനിക്ക് മുന്നേ അള്ളാഹു പറഞ്ഞിരിക്കുന്നു,
എന്നെ ശക്തമായിട്ട് എതിർക്കപ്പെടുമെന്ന് പറയുകയുണ്ടായി. താങ്കൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, ഞാൻ താങ്കൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ദുആ ചെയ്യുന്നതാണ് എന്ന് ഹുസൂർ തിരുമേനി പറയുകയുണ്ടായി. മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി 2 ഗ്രന്ഥങ്ങൾ എടുക്കുകയുണ്ടായി. ഫതഹ് ഇസ്ലാം, തൗസീഹ് റാം. ഇന്ത്യയിലുള്ള എല്ലാ പണ്ഡിതന്മാരുടെ അടുത്ത് പോവുകയുണ്ടായി. എല്ലാ വിശ്വാസത്തിൽപ്പെട്ട എല്ലാ കക്ഷികളിൽപ്പെട്ട മുസ്ലിങ്ങളുടെ ഇടയിലും പോവുകയുണ്ടായി. എന്നിട്ട് ആ ഗ്രന്ഥങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി, അതിലത്തെ ഉദ്ധരണികൾ. എന്നിട്ട് ഹുസൂർ തിരുമേനിനെതിരെ ഒരു ഫത്വ തയ്യാറാക്കുകയുണ്ടായി. അതിൽ കുറഞ്ഞ പക്ഷം 200 പണ്ഡിതന്മാരെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് ഹുസൂർ തിരുമേനിനെ കാഫിറൊന്നും എന്ന് മുദ്ര കുത്തുകയുണ്ടായി. അങ്ങനെ ഈ 200 പണ്ഡിതന്മാർ ഒപ്പിട്ട ഈ ഒരു ഫത്വ ഇത് 1891 കാര്യമാണ്. ഹുസൂർ തിരുമേനി ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചപ്പോൾ ഹുസൂർ തിരുമേനി പറയുന്നു, ആ സമയത്ത് എനിക്കെതിരെ എത്ര ശക്തമായിട്ട് എതിർപ്പുകൾ എന്നെതിരെ കുഫർ ഫത്വകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒപ്പം ഒരാളും കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാക്കിയത്? ഹുസൂർ തിരുമേനി പറയുന്നു, എന്നെ വധിക്കും എന്ന് എന്നോട് പറയപ്പെടുകയുണ്ടായി, എന്നെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി, എന്തെല്ലാം ഫിത്നകളാണ് ചെയ്തത്. എന്നിട്ടും ഈ ഒരു പ്രസ്ഥാനം അത് നിലനിൽക്കുകയുണ്ടായി. ഇവിടെയുള്ള ഭരണകർത്താക്കളെ എനിക്കെതിരെ തിരിക്കാൻ അവർ ശ്രമിക്കുകയുണ്ടായി. അവരോട് പോയി പറയുകയുണ്ടായി, ഭരണകർത്താക്കളോട്, നിങ്ങൾ മസീഹ്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ദൈവത്തിൻ്റെ മകൻ എന്ന് വിചാരിക്കുന്ന മസീഹിനെ ആ വ്യക്തി മരിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. അതുപോലെ തന്നെ ആ മസീഹാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹം വാദിക്കുന്നതെന്ന് അവരോട് പോയി പറയുകയുണ്ടായി. അങ്ങനെ മാർട്ടിൻ ക്ലാർക്കും അബ്ദുല്ല ആത്തമും എല്ലാം ക്രൈസ്തവരിൽ നിന്നും എതിർപ്പ് നേരിടുകയുണ്ടായി. ഹുസൂർ തിരുമേനി ശക്തമായിട്ട് എതിർപ്പ് നേരിട്ടതിന് ശേഷവും ഒരു സ്ഥലത്ത് ഒരു പക്ഷത്ത് ഹുസൂർ തിരുമേനിയെ എതിർക്കുകയുണ്ടായി, മറുപക്ഷത്ത് ഹുസൂർ തിരുമേനിയെ ജനങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. ഇനി നല്ല അറിവുള്ള ജനങ്ങൾ, സദ്വത്രായിട്ടുള്ള ജനങ്ങൾ അവർ നോക്കുകയുണ്ടായി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് എല്ലാ അടയാളങ്ങളും അത് ഇദ്ദേഹത്തിൽ പൂർത്തിയാകുന്നു. എന്താണോ ഇദ്ദേഹം പറയുന്നത് അത് പൂർത്തിയാകുന്നു. പക്ഷേ ഇവരുടെ ശത്രുക്കൾ, ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ, അവർ പറയുന്ന കാര്യങ്ങൾ അതെങ്ങനത്തെ കാര്യങ്ങളെന്നാൽ അത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. ഏറ്റവും വലിയ തെളിവ് ഈസാ അലൈഹി ഇസ്ലാം ആകാശത്തുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അവർ. അത് അദ്ദേഹം ഇനിയും ഇറങ്ങുമെന്ന് പറയുന്നു. ഹുസൂർ തിരുമേനി പറയുകയുണ്ടായി, ഞാൻ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഇതെല്ലാം ഉദാഹരണങ്ങളാണ്, ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. യഥാർത്ഥ രൂപത്തിൽ അതിനെടുക്കാൻ സാധ്യമല്ല. മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ രീതി ഇങ്ങനെയായിരുന്നു. ബട്ടാലയിൽ അദ്ദേഹം നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ഹദ്റത്ത് മസീഹ് ഇസ്ലാം അമൃത്സർ പോയിട്ടുണ്ടെങ്കിൽ, ലാഹോർ പോയിട്ടുണ്ടെങ്കിൽ പിന്നിൽ മൗലവിമാരെ കൊണ്ട് ഒരു സംഘം കൊണ്ട് അദ്ദേഹം പോകുമായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ആരെയും ഖാദിയാനിലേക്ക് പറഞ്ഞുവിടാതിരിക്കുക, തടയുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. എല്ലാ വിധത്തിലും അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുമായിരുന്നു, പല സ്ഥലത്ത് പോയിട്ട്, എല്ലാ സ്ഥലത്ത് പോയിട്ട്, ജനങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ജനങ്ങളെ തടയുകയും ഖാദിയാനിലേക്ക് വരാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങോട്ട് പോകരുത്, അദ്ദേഹം വഴിപിഴപ്പിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഖാദിയാനിലേക്ക് പോകാൻ സമ്മതിക്കുമായിരുന്നില്ല. ഖലീഫത്തുൽ മസീഹ് സാനി തഫ്സീർ കബീറിലൊരു സംഭവം എഴുതിയിരിക്കുന്നു. ഹുദൂർ പറയുന്നു, ഇവിടെ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സവിധത്തിൽ ഒരു പിറ, ഒരു മനുഷ്യൻ, അദ്ദേഹം അത്രക്ക് ബുദ്ധി, അദ്ദേഹത്തിന് ചെറിയ ബലഹീനത ഉണ്ടായിരുന്നു. ഹുദൂർ തിരുമേനിയുടെ സൗദത്തിൽ ചില ഖിദ്മത്തുകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ അങ്ങനെ എന്തെങ്കിലും കത്തും വാങ്ങാനും അങ്ങനെയുള്ള ജോലികൾക്കുമെല്ലാം ബട്ടാലിയിലുമെല്ലാം അയക്കുമായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം പോയപ്പോൾ മുഹമ്മദ് ഹുസൈൻ ബട്ടാൽവിക്ക് ആരെയും കിട്ടിയില്ല. അങ്ങനെ ഈ പീറയെ കാണുകയുണ്ടായി. പീറയെ അദ്ദേഹം അറിയുമായിരുന്നു, മുഹമ്മദ് ഹുസൈൻ ബട്ടാലി പറയുകയുണ്ടായി, പിറ, എന്താ നിൻ്റെ മിർസാ സാഹിബിൻ്റെ അവസ്ഥ എന്ന്. അങ്ങനെയാണ് നിൻ്റെ മിർസാ സാഹിബ്, ഇങ്ങനെയാണെന്ന് നാം പറയുകയുണ്ടായി. എന്തെല്ലാം കുറ്റങ്ങൾ പറയാൻ സാധിക്കും അതെല്ലാം അദ്ദേഹത്തോട് പറയുകയുണ്ടായി മസീഹ് ഇസ്ലാമിനെ സംബന്ധിച്ച്. അവസാനം അദ്ദേഹം, നീ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്ന് ബട്ടാലി ചോദിക്കുകയുണ്ടായി.
പീറ വളരെ സാധാരണ മനുഷ്യനായിരുന്നു. പറയുകയുണ്ടായി, മൗലവി സാഹിബ്, ഞാൻ വലിയ അറിവുള്ള ആളല്ല, ഞാനൊരു ജാഹിലായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഞാനിത് മനസ്സിലാക്കുന്നു, എനിക്കറിയാം ഈ കാര്യം. ഞാൻ ബട്ടാലയിൽ വർഷങ്ങളായി വരുന്നു. നിങ്ങളുടെ ചെരുപ്പ് അത് തേഞ്ഞു പോയിരിക്കുന്നു ഞങ്ങളെ തടഞ്ഞുകൊണ്ട്. പക്ഷേ എന്നിട്ടും ലോകത്തിൻ്റെ കോണുകളിൽ നിന്ന് ഹുദൂർ തിരുമേനിയെ കാണാൻ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. താങ്കളുടെ ചെരുപ്പ് അത് തേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മസീഹ് തൻ്റെ ഖാദിയാനിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ സേവനങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു. അള്ളാഹു ആരെയാണോ സ്വീകരിച്ചത് അദ്ദേഹത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് തിരസ്കരിക്കാൻ സാധിക്കുക? മസീഹ് ഇസ്ലാം ഖാദിയാനിലുണ്ട്, തൻ്റെ ഗ്രന്ഥങ്ങൾ പുറത്ത് അയക്കുന്നു, ജനങ്ങൾ വായിക്കുന്നു, കേൾക്കുന്നു. അങ്ങനെ കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ഇവിടെ വരുന്നു. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പുറത്തുനിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും, അറബിൽ നിന്നും, അങ്ങനെ ദൂരെ നിന്നും പുതിയ സമൂഹങ്ങൾ ഹുദൂർ തിരുമേനിയുടെ ശബ്ദത്തിലേക്ക് ഓടിയെടുക്കുകയാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഈ ഗ്രന്ഥത്തിൽ ഹഖീഖത്തുൽ വഹിയിൽ പറയുന്നു, ഏത് സമയത്താണോ എൻ്റെ മുകളിൽ ഈ ഒരു കുഫറിൻ്റെ ഫത്വ ചെയ്തത്, 200 പണ്ഡിതന്മാർ അതിൽ ഒപ്പുവെക്കുകയുണ്ടായി. ഇന്ന് നിങ്ങൾ നോക്കുക, ഇന്ന് 3 ലക്ഷം ജനങ്ങൾ എൻ്റെ ജമാഅത്തിലുണ്ട് എന്ന്. 1906 കാര്യമാണിത്. അതിനുശേഷം 1-2 വർഷം അവിടുന്ന് ജീവനോടുണ്ടായിരുന്നു. ആ സമയം വീണ്ടും കുറേ ജനങ്ങൾ ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. കാര്യം ഇതാണ്, അള്ളാഹുവിൻ്റെ ഒരു നിയമം. അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയത്, ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കസിബ ലാ യുഫ്ലിഹൂൻ. ആരാണോ അള്ളാഹുവിൻ്റെ മുകളിൽ കള്ളം കെട്ടിച്ചമക്കുന്നത് അവൻ വിജയിക്കുകയില്ല എന്ന്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരക്കണക്കിന് ഇൽഹാമുകൾ, കശ്ഫുകളും സ്വപ്നങ്ങളും ഹഖീഖത്തുൽ വഹിയിൽ എഴുതിയിരിക്കുന്നു. മഴവെള്ളത്തെ പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇൽഹാമിനെ അവിടുന്ന് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു. ഈ ഇൽഹാമുകൾ അള്ളാഹുൽ നിന്നല്ലെങ്കിൽ നൗസുബില്ല, ഇത് തെറ്റാണെങ്കിൽ, കളവായിരുന്നെങ്കിൽ ഒരിക്കലും അവിടുന്ന് തൻ്റെ ലക്ഷ്യത്തിൽ അത് പൂർത്തിയാകുമായിരുന്നില്ല, സാഫല്യം അത് കരസ്ഥമാകുമായിരുന്നില്ല. ഈ 200 പണ്ഡിതന്മാർ ആരാണോ ഫത്വ നൽകിയത് അവരാണ് വിഫലമായിരിക്കുന്നത്. അവരുടെ നാമം പോലും ഇന്നും ആർക്കും അറിയില്ല. ആരാണോ ഇവരുടെ നേതാവ് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി, സൈക്കിൾ ബട്ടാലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞറിഞ്ഞത് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി. നിങ്ങൾ നോക്കുക, മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിൻ്റെ ഖബർ പോലും എവിടെയാണെന്ന് ജനങ്ങൾക്ക് അറിയില്ല. സനാഉല്ലാ അമർസറിൻ്റെ നാമം അവശേഷിക്കുന്ന ലോകത്ത്, ചിറാഗുള്ള ജമുൻ, ഈ എല്ലാ പണ്ഡിതന്മാരും, ഈ ശത്രുക്കൾ, ഇവരുടെ നാമം പോലും അവശേഷിക്കുന്ന ലോകത്ത്. പക്ഷെ ആർക്കെതിരെയാണോ ഇവർ കുഫറിൻ്റെ ഫത്വ എഴുതിയിരിക്കുന്നത്, ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കിയത്, ഇന്ന് നിങ്ങൾ നോക്കുക, 27 മെയ് 1908 ഹുദൂർ തിരുമേനിയുടെ ഖബർ ഇവിടെ അടക്കുകയുണ്ടായി. ഇന്ന് വരെ ദുആ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഏത് പള്ളിയാണോ അദ്ദേഹം നിർമ്മിച്ചു പോയത്, ആ ഒരു പള്ളിയിൽ ഇന്ന് വരെ നമസ്കാരം അത് അവസാനിച്ചിട്ടില്ല. ആ ഒരു ബാങ്ക് ഇന്നും ആ പള്ളിയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തെളിവെന്താണ്? ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ആ പണ്ഡിതന്മാർ എവിടെ പോയി? ആ ഖാദിയിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരുന്ന ആ പണ്ഡിതന്മാർ ഇന്ന് എവിടെ പോയി? അവരുടെ നാമം പോലും അവശേഷിക്കുന്നില്ല. പക്ഷെ ഈ ഒരു പ്രസ്ഥാനം അത് 200-ൽ പരം രാജ്യങ്ങൾ അത് പടർന്നിരിക്കുന്നു. യുഫ്ലിഹൂൻ എന്നല്ലാഹു പറഞ്ഞു. ഇതാണ് വിജയിക്കുക എന്നല്ലാഹു പറഞ്ഞത്. ഇത് സത്യത്തിൻ്റെ അടയാളമാണ്. ഈ കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ ആ സുഹൃത്തുക്കളോട്, ആ പണ്ഡിതന്മാരോട്, ഇന്ന് ജമാഅത്തെ അഹ്മദിൽ നിന്ന് പുറത്ത് ഈ ജമാഅത്തിനെ എതിർക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവരെ നോക്കിക്കൊണ്ട് നിങ്ങൾ പാഠം പഠിക്കുക. അള്ളാഹു ആരെയാണ് അയക്കുന്നത് അവനെ സഹായിക്കുകയും ചെയ്യുന്നു, അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുന്നു. അള്ളാഹു വെറുതെ ഉപേക്ഷിച്ച് കളയുന്നില്ല. ആരെയാണോ അയക്കുന്നത് അദ്ദേഹത്തെ സഹായിക്കുന്നു. നിങ്ങൾ നോക്കുക, ഇന്ന് നിങ്ങൾ ജമാഅത്ത് അഹ്മദിയയുടെ എതിർക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നില്ലെങ്കിൽ, വിട്ടു നിൽക്കുന്നില്ലെങ്കിൽ, തൗബ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കുക. ഏതുപോലെ ആ പണ്ഡിതന്മാർ നശിച്ചു പോയോ അതുപോലെ നിങ്ങൾ നശിച്ചു പോകുന്നതാണ്. അതിൻ്റെ വിശദീകരണം പറയുക എന്നുള്ളത് ഇപ്പോൾ സാധ്യമല്ല.
അള്ളാഹുവിൻ്റെ ആ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുക, സന്താന പരമ്പര നശിച്ചു പോകുന്നതാണ് നിങ്ങളുടേത്. അള്ളാഹു ഏതൊരു വ്യക്തിയാണോ അയച്ചിരിക്കുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കുക. ഷൈത്താൻ്റെയും ഇബ്ലീസിൻ്റെയും ജോലികൾ നിങ്ങൾ ചെയ്യരുത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെയാണ് ശത്രുക്കൾ ചെയ്തത്. ഇന്നത്തെ ഹഖീഖത്തുൽ വഹി എന്നുള്ള ഗ്രന്ഥം ഇത് ഈ ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. കള്ളാക്കുന്നവരുടെ അവരുടെ ഫലം, അവരുടെ അവസാനം നന്നായിരുന്നില്ല. ഹുദൂദ് ബിൻ യൂസഫ് കാണിച്ചു തരികയുണ്ടായി. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഇൽഹാമുകൾ തെറ്റാണെങ്കിൽ അള്ളാഹു എന്നെ തീർച്ചയായിട്ടും പിടിക്കും, എനിക്ക് ശിക്ഷ നൽകുമെന്ന് അവിടുന്ന് പറയുകയുണ്ടായി. പക്ഷെ നാം എന്താണ് കാണുന്നത്? ഹുദൂദ് ബിൻ യൂസഫിന് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു. അപ്പോൾ ഇവർ കള്ളവന്മാരാണ്. ആരാണോ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെ കള്ളവാൻ എന്ന് പറയുന്നത്? നിങ്ങൾ ആ 200 പണ്ഡിതന്മാരെ പിന്തുടരുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അതേപോലത്തെയുള്ള ഫലം നിങ്ങൾക്ക് നൽകുന്നതാണ്. എൻ്റെ അടുത്ത ചോദ്യം തമുദ്ലിസ് സവനോട്, ഒരു അഹമ്മദിയത്തിൻ്റെ എതിരാളി ചിറാഗ്ദീനെ അത് മസീഹ് സ്വലാത്തു വസ്സലാമിനെ നൗസുബില്ല ദജ്ജാൽ എന്ന് വിളിക്കുകയുണ്ടായി. അത് മസീഹ് സ്വലാത്തു വസ്സലാം അയാളുടെ പര്യവസാനത്തെക്കുറിച്ച് എന്താണ് എഴുതിയത്? ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടക്കത്തിൽ തന്നെ അള്ളാഹു തൻ്റെ പരിഷ്കർത്താക്കൾക്കും പ്രവാചകന്മാരെ അയച്ചത് മുതൽ അവരെ എതിർത്തുകൊണ്ട് ജനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം മൗലാന കൗസർ സാഹിബ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം താൻ മസീമോദാണ്, മഹദിയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെയും ആളുകൾ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആ എതിരാളികളെ സംബന്ധിച്ച് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഇൽഹാമുകളും പ്രവചനങ്ങളൊക്കെ വളരെ വിശദമായി വന്നിട്ടുണ്ട്. ആ എതിരാളികളെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ആ പ്രവചനങ്ങൾ അനുസരിച്ച് എതിരാളികൾ നശിച്ചു തുടങ്ങിയതായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും. അതിലൊന്നാണ് ചിറാഗ്ദീൻ, ജമ്മുക്കാരനായിരുന്നു. ഈ ഗ്രന്ഥത്തിൽ ഞാൻ അതിൻ്റെ വിശദീകരണം മുമ്പ് ഒരു ഉദ്ധരണി ഞാൻ കേൾപ്പിക്കുകയാണ്. ഈ ഗ്രന്ഥത്തിൽ തന്നെ മസീഹ് പറയുകയുണ്ടെങ്കിലും 3 ലക്ഷത്തിലധികം അടയാളങ്ങൾ അള്ളാഹു ഈ വിനീതൻ്റെ സത്യത്തിനായി കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ചില അടയാളങ്ങൾ അതിൽ അള്ളാഹു ഒരു സ്ഥലത്ത് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ശത്രുക്കളുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു തൻ്റെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ ആവശ്യങ്ങൾ അവന് നിറവേറ്റി തരികയുണ്ടായില്ല. ചില അടയാളങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്ന് വെച്ചാൽ അവൻ തൻ്റെ വാഗ്ദാന പ്രകാരം ഇന്നി മുഹീനുൻ മൻ അറാദ ഇഹാനത്തക എന്ന പ്രവചന പ്രകാരം എന്നെ ആക്രമിക്കുന്നവരെ നിന്ദരും അപമാനിതരുമാക്കിയിട്ടുണ്ട്. ചില അടയാളങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ എനിക്കെതിരെ കേസ് കൊടുത്തവർ അവർ തങ്ങളുടെ പ്രവചനം അനുസരിച്ച് അവൻ എനിക്ക് വിജയം നൽകി. മസീഹ് സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, ആരാണോ മസീഹ് സ്വലാത്തു വസ്സലാമിനെ അപമാനിക്കാൻ ശ്രമിച്ചത് അവരെ അള്ളാഹു സ്വയം തന്നെ നിന്ദിരാക്കുകയാണ് ഉണ്ടായത്. അതായത് ഇന്നി മുഹീനുൻ മൻ അറാദ ഇഹാനത്തക. ഈ ചിറാഗ്ദീൻ എന്ന് പറയുന്ന ജമ്മുക്കാരൻ ആദ്യകാലത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ശിഷ്യനായിരുന്നു, അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നായിരുന്നു. എന്നാൽ പെട്ടെന്ന് അയാൾക്ക് എന്ത് ഭ്രാന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, മറ്റു തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഞാൻ ഈസായുടെ റസൂലാണ്, അതുപോലെ തന്നെ എനിക്ക് മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഒരു രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് പറയുന്നത്. ഇഞ്ചിയിലും ഖുറാനുള്ളായ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ അയച്ചിരിക്കുന്നത് എന്ന് പറയും. അതായത് അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ട ആളാണ് താനെന്നും ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അത് മസീഹ് സ്വലാത്തു വസ്സലാമിന് ഇതിനെ സംബന്ധിച്ച് അറിവ് ലഭിച്ചപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ദുആ ചെയ്തു. അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിന്
ഇൽഹാമുണ്ടായി. നസല ബിഹി ജബീസ്, ഇത് ഇയാൾക്ക് ജബീസ് ഇറങ്ങിയിരിക്കുന്നു. ജബീലിൻ്റെ അറബിയിലുള്ള അർത്ഥം എന്ന് വെച്ചെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള റൊട്ടി കഷ്ണം എന്നാണ്. മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം എന്ന് വിശദീകരിച്ച് പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വപ്നങ്ങളാണ്. അതായത് ഇയാൾക്ക് ചില ഇൽഹാമുകൾ സ്വപ്നങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നു. മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഇതിനെ ശൈത്താനിയായിട്ടുള്ള ഇൽഹാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായിട്ട് ഇയാൾക്കുണ്ടായ അവസ്ഥ എന്ന് പറയുന്നത് അയാൾ പല വാദങ്ങളും ഉന്നയിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഇൽഹാം മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഉണ്ട്. ഒരു രാത്രി ചന്ദ്രന് ഗ്രഹണം സംഭവിച്ചപ്പോൾ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന് ഈ ഇൽഹാം ഉണ്ടായി, ഇന്നി ഉജീബു മൻ യുരീദ്, അതായത് സംശയിക്കുന്നതിന് അവന് ഞാൻ ശിക്ഷിക്കുന്നതാണ്, അവന് ഞാൻ ക്ലേശം നൽകുന്നതായിരിക്കും, ഞാൻ നശിപ്പിക്കുന്നതായിരിക്കും, ഞാൻ ഇല്ലാതാക്കുന്നതായിരിക്കും, ഞാൻ ശിക്ഷ ഇറക്കുന്നതായിരിക്കും. ഈ ഇൽഹാമുകളാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനുണ്ടായത്. അയാൾക്കുള്ള ഒരു താക്കീതായിരുന്നു അത്. അയാൾ തോബ ചെയ്യുന്നില്ലെങ്കിൽ, അയാൾ തൻ്റെ വാദങ്ങളിൽ നിന്നും പിന്മാറുന്നില്ലെങ്കിൽ അള്ളാഹു ഇത്തരത്തിലുള്ള ശിക്ഷ അയാളുടെ മേൽ ഇറക്കുന്നതായിരിക്കും. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം വിളംബരപ്പെടുത്തിക്കേണ്ട ഈ ഇൽഹാമുകൾ സാധാരണക്കാർക്ക് അത് എന്നെക്കുറിച്ച് അറിയിച്ചു കൊടുക്കണമെങ്കിലും അദ്ദേഹത്തെയും അഭിസംബോധന എന്തുകൊണ്ടും ചിറാഗ്ദീനെ അഭിസംബോധന എന്തുകൊണ്ട് പറയേണ്ടത്, നീ ഈ വാദങ്ങളിൽ നിന്നും പിന്മാറുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ശിഷ്യത്തിൽ നിന്ന് എന്നെ പുറത്താക്കുന്നതായിരിക്കും. അങ്ങനെ അയാളെയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അള്ളാഹു ദാഫിർ വല എന്ന ഗ്രന്ഥത്തിൽ ഈ ഇൽഹാമുകൾ പ്രസിദ്ധീകരിച്ചു. മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഇങ്ങനെയും തൻ്റെ ഒരു സഹാബിയെ ഇവിടെ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ഒന്ന് ഉപദേശിക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് കുറച്ച് ഉപദേശം നൽകുക, അയാൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വിശദീകരിച്ച് ഒരു കത്ത് എഴുതുകയുണ്ടായി. നിങ്ങൾ എന്ത് ബാധകളാണ് തുടങ്ങിയിരിക്കുന്നത്. ആ കത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടാവും. അത് മറുപടിയായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ തോബ ചെയ്യുന്നുവെന്ന്. അങ്ങനെ അദ്ദേഹം തൻ്റെ വാദങ്ങളിൽ നിന്ന് തോബ ചെയ്തു. ഈ മറുപടി കത്ത് ലഭിച്ചപ്പോൾ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന് അതിനെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന് ഒരുപാട് സന്തോഷമുണ്ടായി. ഇത് അവിടുന്ന് പറയുകയും ചെയ്തു. തോന്നുന്നത് അദ്ദേഹം പ്രകൃത്യ കുഴപ്പക്കാരനല്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിനുണ്ടായ ചില ഇൽഹാമുകൾ കാരണമായിട്ടാണ് അദ്ദേഹം ചില വാദങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പല സ്വപ്നങ്ങളും കണ്ടതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം അതിന് സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ തൗബക്ക് ശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ചില വാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അയാൾ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനെതിരെ 2 ഗ്രന്ഥവും എഴുതിക്കേണ്ടി വരും. ഒന്ന് മിനാരത്തുൽ മസീഹ് എന്നാണ് ഒന്നൊരു പേര് വെച്ചത്. ആ ഗ്രന്ഥത്തിലാണ് അയാൾ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനെ നഊദു ബില്ലാഹ് ദജ്ജാൽ എന്ന് പറഞ്ഞത്. അദ്ദേഹം വാദിച്ചു, എനിക്ക് ഈസായുടെ വടി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ വടി മുഖേന ഞാൻ ആ ദജ്ജാലിനെ കൊല്ലുമെന്ന് പറഞ്ഞു. പിന്നീട് മറ്റൊരു ഗ്രന്ഥവും അയാൾ എഴുതിക്കണം. അതിന് ഇജാദ് മുഹമ്മദി എന്നാണ് വെച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിൽ അയാൾ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനെ നൗദുബ ഒരു ഫിത്ന എന്ന് പറയുകയുണ്ടായി. അയാൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ദുആ ചെയ്യുകയുണ്ടായി. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന് ഹഖീഖത്തുൽ വഹയിലും ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഒരു ഉദ്ധരണി ഞാൻ അതിൽ നിന്ന് ജനങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി പറയുകയാണ്. അതിൽ അള്ളാഹുവേ, എനിക്കറിയാം, നീ കാണുന്നുണ്ട്, ലോകത്ത് ഒരാൾ നബുവത്തും റിസാലത്തും വാദിക്കുന്നുണ്ട്, മസീഹിയത്ത് വാദിക്കുന്ന ഒരാളുണ്ട്, ഖാത്തമുൽ അംബിയ താനാണെന്ന് പറയുന്ന ഒരാൾ, പ്രവചനമനുസരിച്ച് ഈസാ നബി ഇറങ്ങുമെന്നുള്ളതിൻ്റെ സാക്ഷാത്കാരവും താനാണെന്ന് പറയുന്നുണ്ട്. ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും അടയാളങ്ങളും വരുന്നുണ്ട്, ഫ്ലാഗും അതുപോലെ തന്നെ മറ്റടയാളങ്ങളും ഇറങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ നാഥ, ജനഹൃദയങ്ങൾ വളരെ കൺഫ്യൂഷനിലാണ്. അതുകൊണ്ട് നിൻ്റെ നബി പ്രവാചകനെ അവർ അവഹേളിച്ചിരിക്കുകയാണ്, ഒരു പുതിയ മതത്തിന് അസ്ഥിവാരമിട്ടിരിക്കുകയാണ്. അതായത് എത്ര തന്നെ മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിമായി തീരുകയും വിശ്വസിക്കാതെ കണ്ട്. അതുകൊണ്ട് അള്ളാഹുവെ,
നീ ആകാശത്തു നിന്ന് നിന്റെ കാരുണ്യം ഇറക്കിയാലും നീ നിന്റെ സഹായത്താൽ നീ എന്നെ സഹായിച്ചാലും ഈ ഫിത്നയെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തു കളഞ്ഞാലും മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനെ ഒരു ഫിത്ന എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ ദുആ ചെയ്യുകയാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ ആ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അഭിമാനബോധം അത് തിളച്ചു മറിയുന്നതാണല്ലോ. ആദ്യമേ തന്നെ ഇതിനെ സംബന്ധിച്ചൊരു പ്രവചനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അഭിമാനബോധം തിളക്കുകയും ഒരു പരിശുദ്ധനായ വ്യക്തിയുടെ എതിരിൽ വരുന്നവന് എന്ത് പരിവസാനമുണ്ടോ അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നത്, 2 പേരും പ്ലേഗ് മുഖേന മരണപ്പെട്ടു. 2 ദിവസത്തിന് ശേഷം ഇയാൾ തന്നെയും പ്ലേഗിന് ഇരയായി തീരുകയാണ് ഉണ്ടായത്. അവസാന കാലത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ആളുകൾ, ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ, അവർ മനസ്സിലാവുന്നത് അള്ളാഹുവും എൻ്റെ ശത്രുവായിരിക്കുന്നു എന്നദ്ദേഹം പറഞ്ഞു എന്നതാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ വ്യക്തിയെ ശത്രുത പുലർത്തുമ്പോൾ എന്താ അള്ളാഹു ശത്രുവായി തീരുമല്ലോ. അള്ളാഹു തൻ്റെ ക്രോധം കാണിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി ഇത് സംബന്ധിച്ച് ഞാൻ അവതരിപ്പിക്കുകയാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. അത് ഞാൻ അവസാനിപ്പിക്കാം. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഇത് സംബന്ധിച്ച് പറയുന്നു, മറ്റൊരു സന്തോഷത്തിനുള്ള സന്ദർഭം നമ്മുടെ എതിരാൾക്ക് വന്നത് അതിതാണ്. ആളുകൾ ജമാഅത്തിൽ നിന്ന് മുർത്തതായി പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ജമാഅത്തിൽ നിന്ന് പുറത്തു പോകുന്നവരുണ്ട്. ഇപ്പോഴുള്ള എതിരാളികൾ ഇന്ന് യൂട്യൂബ് ചാനലിലൊക്കെ അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. ഇതിൽ നിന്ന് അവർ ശ്രമിക്കുന്നത് ജമാഅത്ത് അഹമ്മദിയനെ അപമാനിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ അവരിലൂടെ ജമാഅത്തിന് എന്ത് അപമാനം ഉണ്ടാവാനാണ്? അവരുടെ പര്യവസാനം എന്ന് പറയുന്നത് ചിറാഗുദ്ദീന് ഉണ്ടായതുപോലെ തന്നെ ആയിരിക്കും. എന്തായാലും മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം അവർ ചെയ്യുന്നു, മറ്റൊരു സന്തോഷത്തിൻ്റെ ഒരു നമ്മുടെ എതിരാളികൾക്ക് വന്നത് ചിറാഗുദ്ദീൻ ജമ്മു എൻ്റെ ശിഷ്യനായിരുന്നു. അയാൾ മുർത്തദായതാണ്. മുർത്തദായതിന് ശേഷം ഞാൻ ദാഫിൽ ബല, നയാര, അഹ്ലുൽ ഇസ്തിഫ, ഞാൻ അള്ളാഹുവിൽ നിന്ന് ഇൽഹാം പ്രാപിച്ചുകൊണ്ട് അയാൾ നശിച്ചു പോവും, പ്ലാഗിനിരയാവും ഞാൻ പറയുകയുണ്ടായി. എന്നാൽ അങ്ങനെ അയാൾ മിനാൽ മസീഹ് എന്നൊരു ഗ്രന്ഥം അയാൾ എഴുതുകയുണ്ടായില്ല. അയാൾ അതിൽ എന്നെ ദജ്ജാൽ എന്ന് വിളിച്ചു. അയാൾ തൻ്റെ ഇൽഹാം പ്രസിദ്ധീകരിക്കുകയാണ്, ഞാൻ റസൂലാണ്, ഞാൻ അള്ളാഹുവിൻ്റെ മുർസലിൽപ്പെട്ട ആളാണ്, ഹദറത്ത് ഈസ എനിക്ക് ഒരു വഴി തന്നിരിക്കുന്നു, അത് ഈ ദജ്ജാലിനെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിറാനത്തുൽ മസീഹിൽ അതിൽ ഈ വ്യക്തി ഈ ദജ്ജാലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അയാൾ പറയുകയുണ്ടായാൽ ഈ ഒരു വിവരം എനിക്ക് അള്ളാഹുവും ഈസാ നബിയും എനിക്ക് തന്നിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത്. അവസാനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല എന്താണ്, അതായത് ഏപ്രിൽ 4 1906 അയാൾ പ്ലേഗ് ബാധിച്ച് മരിക്കുകയുണ്ടായി. എൻ്റെ പ്രവചനപ്രകാരം എൻ്റെ പ്രവചനം സാക്ഷാത്കരിക്കപ്പെടുകയുണ്ടായി. ഇങ്ങനെ അയാൾ ജമാഅത്ത് മുർത്തദായതിൻ്റെ ഫലമായിട്ട് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ അവഹേളിച്ചുകൊണ്ട് ഇതിൻ്റെ ഫലമായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ മുബാഹലയുടെ രൂപത്തിൽ ദുആ ചെയ്തതിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ അഭിമാനബോധം ആളി കത്തുകയും അള്ളാഹുവിൻ്റെ അയാൾ പ്ലേഗിന് ഇരയായി തീരുകയും ചെയ്തു. അങ്ങനെ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ സത്യത്തിനുള്ള തെളിവായി തീർന്നു. ജസാക്കുമുല്ലാഹു വസ്സൽ ജസാ. ഒരു പ്രേക്ഷകരെ, ഒരു ടെലിഫോൺ കോളർ നമ്മുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ശ്രീലങ്കയിൽ നിന്ന് ഖാത്തിർ സാഹിബ് നമ്മുമായിട്ട് ബന്ധപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആതിഫ് സാഹിബ്. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആതിർ സാഹിബ്, ചോദ്യം ചോദിക്കുക. എൻ്റെ ചോദ്യം ഇതാണ്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, താങ്കൾ ചോദ്യം ചോദിക്കുക. ശബ്ദം കേൾക്കുന്നുണ്ട്. ചോദിക്കുന്നു. മിർസ താഹിർ അഹമ്മദ് പറയുന്നു, അള്ളാഹു എല്ലായ്പ്പോഴും തൻ്റെ അടിമയെ സംരക്ഷണത്തിൽ നിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ
ഹസ്രത്ത് ഉസ്മാൻ അല്ലാഹു താലാനുവിനെ അള്ളാഹു വധിച്ചിരിക്കുന്നു, അദ്ദേഹം ഷഹീദാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹു എന്തുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിച്ചില്ല? ഹമീദ് കോസാനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം ഇതാണ്, ജീവിതം നൽകുക ഇത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, മരണം നൽകുക ജീവിതം നൽകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇത് മനുഷ്യൻ്റെ കയ്യിലുള്ള കാര്യമല്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യഹത്തു നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാദിയതൻ മർദിയ. അള്ളാഹു എപ്പോഴാണ് കൽപ്പന നൽകുന്നത്? ഏതെങ്കിലും നഫ്സിന് നീ തിരിച്ചു വരിക എന്ന്, അപ്പോൾ നഫ്സ് തിരിച്ചു വരുന്നതാണ്. അള്ളാഹു എങ്ങനെ മരണം നൽകണം എന്നുള്ളത് അള്ളാഹു ആണ് ചെയ്യുന്നത്, മനുഷ്യനല്ല ചെയ്യുന്നത്. ആരെങ്കിലും പറയുകയാണെങ്കിൽ അള്ളാഹു അല്ല വധിച്ചത്, വേറെ മനുഷ്യരാണ് വധിച്ചത് എന്ന് പറയുകയാണെങ്കിൽ തെറ്റാണ്. ഉദാഹരണത്തിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഒരു യഹൂദി സ്ത്രീ വിഷം നൽകുകയുണ്ടായി. ഹുദൂർ തിരുമേനി പറയുന്നു, ആ വിഷം ഹുദൂർ തിരുമേനിയോട് പറയുകയുണ്ടായി, എന്നെ കഴിക്കരുത് എന്ന്. അതായത് അള്ളാഹു യഅസിമുക മിന്നാസ് എന്നുള്ള ഒരു വാഗ്ദാനം അള്ളാഹു പൂർത്തിയാക്കുകയും ഹുദൂർ തിരുമേനിയെ സംരക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി. എവിടെയാണോ സംരക്ഷിക്കേണ്ടത് അവിടെ നിന്ന് അള്ളാഹു സംരക്ഷിക്കുന്നു. ഏതുപോലെ അതിൽ ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ഈ ഒരു ഉദാഹരണം ഇദ്ദേഹം വായിച്ചു കേൾപ്പിച്ച ഉദാഹരണം, തീർച്ചയായിട്ടും അള്ളാഹു തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുന്നു. അള്ളാഹു ഹുദൂർ തിരുമേനിയെ സൗർ ഗുഹയിൽ വെച്ചുകൊണ്ടും സംരക്ഷിക്കുകയുണ്ടായി. ശത്രുക്കൾ ഹുദൂർ തിരുമേനിയെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ, അതുപോലെ തന്നെ ഉഹദിലും അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഗാറെ സൗറിൻ്റെ കാര്യം നിങ്ങൾ നോക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കണമായിരുന്നു. അങ്ങനെ ഒരു എട്ടുകാലിയുടെ വല കൊണ്ട് സംരക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ ഒരു സംഭവം, ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ സംഭവം, അള്ളാഹു അദ്ദേഹത്തിന് ഷഹാദത്തിന്റെ സ്ഥാനം നൽകാൻ അള്ളാഹു ആഗ്രഹിച്ചു. അങ്ങനെ അള്ളാഹു ആ ഒരു ശത്രുക്കളുടെ ആ ഒരു അവരുടെ തന്ത്രം അത് വിജയിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുലഫാ റാഷിദീനിൽപ്പെട്ട വ്യക്തിയാണ്. ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു ഖുലഫാ റാഷിദീനിൽപ്പെട്ട വ്യക്തിയാണ്. ഇവരുടെ പ്രകടമായിട്ട് അവരുടെ ശരീരം, അവരുടെ ജീവിതം, അവരെ അതിന് സംരക്ഷിക്കുക എന്നുള്ളത് അത് മുസ്ലിങ്ങളുടെ ദൗത്യമായിരുന്നു, അവരുടെ ചുമതലയായിരുന്നു. അതിന് ആ സമയത്തുള്ള മുസ്ലിങ്ങൾ യഥാർത്ഥ രീതിയിൽ അതിനെ പൂർത്തിയാക്കിയില്ല. രണ്ടവസ്ഥയിലും അവരെ എങ്ങനെയായിരിക്കണം സംരക്ഷിക്കേണ്ടത്, അങ്ങനെ സംരക്ഷിച്ചില്ല. മൂന്നാമത്തെ കാര്യം ഇതിലുള്ളത്, വിശുദ്ധ ഖുർആനിൽ തുടക്കത്തിൽ തന്നെ 3 വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന് മുഅ്മിനീങ്ങൾ, ഒന്ന് കാഫിർ, ഒന്ന് മുനാഫിക്ക്. തുടക്കത്തിൽ തന്നെ 12-13 ആയത്തുകൾ ഇവരെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മദീനയിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയ ഫിത്ന മുസ്ലിങ്ങൾക്ക് ഉണ്ടായത് അത് മുനാഫിക്കുകളുടെ ഫിത്നയാണ്. ഹസ്രത്ത് ഉമ്മുൽ മുഅ്മിനീന്റെ മുകളിൽ ആക്ഷേപം ഉന്നയിച്ചത് ഹുദൂർ തിരുമേനിയെ ബുദ്ധിമുട്ടിച്ചവരവരാണ്, യുദ്ധങ്ങളിൽ ഫസാദ് ഉണ്ടാക്കിയവരാണ്. എല്ലാ പ്രശ്നങ്ങളും മുനാഫിക്കുകളാണ് ചെയ്തത്, എല്ലാ പരീക്ഷണങ്ങളും ഇവരാണ് ഉണ്ടാക്കിയത്. ആ സമയത്ത് ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമായിരുന്നു. മുസ്ലിങ്ങൾ, ആ സമയത്തുള്ള മുസ്ലിങ്ങൾ ആ കാര്യത്തിൽ അവർ വിജയിച്ചില്ല, ആ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ടു പോവുകയുണ്ടായി. എന്ത് കുറ്റമാണ്, ആരുടെ കുറ്റമാണ് എത്രത്തോളം ഉള്ളത്, അത് അള്ളാഹുവിനാണ് അറിയുന്നത്. അള്ളാഹു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവൻ എടുക്കാൻ ആഗ്രഹിച്ച സമയത്ത്, അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എങ്ങനെ വിളിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ വിളിക്കുകയുണ്ടായി. അതിൽ മനുഷ്യൻ്റെ ഒരു കൈകടത്തലുമില്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. അവൻ ഇച്ഛിക്കുന്ന രീതിയിൽ അവൻ എടുക്കുന്നു. അങ്ങനെ മറ്റൊരു ചോദ്യം കാനഡയിൽ നിന്ന് കലീം സാഹിബ് അയച്ചിരിക്കുന്നു. അത് ഞാൻ കേൾപ്പിക്കാം.
അദ്ദേഹത്തിൻ്റെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ഇമാം മുഹമ്മദിൻ്റെ കാലത്ത് സൂര്യചന്ദ്രഗ്രഹണങ്ങളുണ്ടാവും, ഈ പ്രവചനം പുലർന്നിട്ടുണ്ടോ? ഇത് പല പ്രാവശ്യം ഈ ചോദ്യം വന്നതാണ്. എന്നാലും ഞാൻ മുജീബുൽ സാഹിബിനോട് ഇതിന് ഒരു ചുരുങ്ങിയ നിലയിൽ മറുപടി പറയാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രീതിയിൽ ഞാൻ രാഹുദയിൽ നമ്മൾ ആ പ്രോഗ്രാം കേൾക്കുകയാണെങ്കിൽ അതിൽ വിശദമായ വിവരം ലഭിക്കുന്നതാണ്. ഏതായാലും ചുരുങ്ങിയ നിലയിൽ വളരെ മഹത്തായ നിലയിൽ പുലർന്ന ഒരു പ്രവചനമാണത്. ദാറുഖുത്നിയിൽ ഇമാം ബാഖിർ റഹ്മത്തുള്ളാഹിയുടെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനം നടത്തുന്നുണ്ട്. ഇന്നലിൽ മഹദിന ആയതൈനി ലൻ തകൂന മുൻദു ഖൽഖിസ് സമാവാതി വൽ അർള യൻകസിഫുൽ ഖമറു ഫി അവ്വലി ലൈലത്തി റമസാന വ തൻകസിഫു ശംസു ഫി നഫ്സി. അത് ഇമാം ബാഖിർ റഹ്മത്തുള്ളാഹി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവചനം നടത്തിങ്ങനെ, നമ്മുടെ മഹദിക്ക് 2 അടയാളങ്ങളുണ്ട്. എങ്ങനെയുള്ള അടയാളങ്ങൾ? അത് ആകാശഭൂമികൾ ഉണ്ടായതു മുതൽ ആർക്കും വെളിപ്പെട്ടിട്ടില്ല. ആ അടയാളം എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രന് റമളാൻ മാസത്തിൽ അവയുടെ ഗ്രഹണം നൽകുന്ന രാത്രിയിൽ, ആദ്യ രാത്രിയിൽ, സൂര്യന് അതിന് ഗ്രഹണം നൽകുന്ന രാത്രിയിൽ അതിൻ്റെ രാവിലെ ഗ്രഹണം സംഭവിക്കുന്നതായിരിക്കും. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനെ തിരിച്ചറിയാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നൽകിയ മഹത്തായ ഒരു പ്രവചനമാണിത്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം മഹദിയാണെന്നും മസീഹാണെന്നും പറഞ്ഞപ്പോൾ ചിലർ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനോട് ചോദിക്കുക പോലും ഉണ്ടായി, താങ്കൾ മഹദിയാണെങ്കിൽ അടയാളം എവിടെ എന്ന് ചോദിക്കണമെങ്കിൽ. എന്നാൽ അള്ളാഹു തൻ്റെ യഥാർത്ഥ നബി ഉമ്മത്തി നബിയെ വേണ്ടിയിട്ട് ഈ പ്രവചനം പൂർത്തിയാക്കി കാണിച്ചു. റമളാൻ മാസത്തിൽ 1894 ഹദീസിൽ വിവരിക്കപ്പെട്ടതുപോലെ ചന്ദ്രന് റമളാൻ മാസത്തിന് അതിൻ്റെ ഗ്രഹണം നൽകുന്ന രാത്രികളിൽ ആദ്യ രാത്രിയിലും, സൂര്യന് അതിൻ്റെ ഗ്രഹണം നൽകുന്ന രാത്രികളിൽ അതിന് മധ്യത്തിലും അത് നടക്കുകയുണ്ടായി. അടുത്ത വർഷം അമേരിക്കയിലും ഇത് നടക്കുകയുണ്ടായി. അങ്ങനെ മുഴുവൻ ലോകത്തിനുമായിട്ട് അള്ളാഹു ഈ അടയാളം കാണിക്കുകയാണെങ്കിൽ ഏത് മഹദിയാണ് വരേണ്ടിയിരുന്നത് അദ്ദേഹം വന്നിരിക്കുന്നു. ഈ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, അത് പൂർത്തിയായിരിക്കുന്നു. ഈ പ്രവചനം പൂർത്തിയായപ്പോൾ എതിരാളികൾ ആ സമയത്തും അവർ മുസ്ലിം മൗദ് റളിയല്ലാഹു ഒരു എതിരാളിയുടെ കാര്യം കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുന്നു, അയാൾ പഞ്ചാബി തൻ്റെ തുടക്കടിച്ചുകൊണ്ട് പറയുകയുണ്ടായി, അയാൾ എതിരാളിയായിരുന്നു. അയാൾ ഈ അടയാളം വെളിപ്പെട്ടപ്പോൾ ബുദ്ധി തെളിയുന്നതിന് പകരം ഈ അടയാളം വെളിപ്പെട്ടപ്പോൾ ഇദ്ദേഹം സത്യവാനാണെന്ന് തെളിഞ്ഞപ്പോൾ അയാൾ എതിർപ്പുകാരൻ, അതിൻ്റെ അന്ധത ബാധിച്ച അയാൾ പറഞ്ഞെങ്കിൽ അയാളെ തുടക്കടിച്ചുകൊണ്ട് അയ്യോ ജനങ്ങൾ വൈകടിലായി പോയല്ലോ. അതായത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ അടയാളം കാരണം ജമാഅത്തിൽ പ്രവേശിക്കേണ്ടതിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ മസീഹ് സ്വല്ലല്ലാഹു കയ്യിൽ ബയ്യത്ത് ചെയ്ത് പ്രവേശിക്കേണ്ടതിൽ ഇതാണ് ശരിക്കും പറയണമെങ്കിൽ ഇമാം മഹദിയുടെ അടയാളമായിട്ട് പറഞ്ഞു. അത് അക്ഷരം പ്രതി ഈ പ്രവചനം പൂർത്തിയാവുകയുണ്ടായി. ഏതാ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ സത്യതയ്ക്കുള്ള മഹത്തായ തെളിവാകുന്നു. ജസാക്കുമുല്ലാ. അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട ഹമീദ് ഖോസർ സാഹിബിനോടാണ്. ഹുസൂർ തിരുമനസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ ഹുദല്ലിൽ മുത്തഖീൻ എന്നുള്ള ആയത്തിൻ്റെ തഫ്സീർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ എന്താണ് വിശദീകരണം? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അലിഫ് ലാം മീം സാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ ഈ ആയത്തുകളുടെ ഈ ഗ്രന്ഥത്തിൽ ഹഖീഖത്തുൽ വഹീൽ വിശദീകരണം തഫ്സീർ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പല ഗ്രന്ഥങ്ങളിലും ഈ ആയത്തുകളുടെ തഫ്സീർ വിശദീകരിച്ചിരിക്കുന്നു. ഈ എല്ലാ കാര്യം ഇത് 3 വാല്യത്തിൽ തഫ്സീർ മസീഹ് ഇസ്ലാം എന്ന രീതിയിൽ അതിനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ള ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥം വളരെയധികം ശ്രദ്ധയോടെ വായിക്കുക.
ആ എല്ലാ വിശദീകരണവും ഇവിടെ വെക്കുക എന്നുള്ളത് സാധ്യമല്ല കാര്യമല്ല. പക്ഷെ ഒരു കാര്യം, ഈ സംഭവമായിട്ട് ബന്ധമായിട്ടുള്ളൊരു കാര്യം അത് ഞാനിവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നത്, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം സൂറ ഫാത്തിഹയുടെ തഫ്സീറിലും മറ്റ് ചില തഫ്സീറുകളിലും ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ഇതിൽ ഒരു പ്രവചനം ഇതാണുള്ളത്, എൻ്റെ ഉമ്മത്തിലെ ചില ആൾക്കാർ യഹൂദരുടെ മാർഗത്തിലായിരിക്കും ചലിക്കുക, ചിലവർ ക്രൈസ്തവരുടെ മാർഗത്തിലായിരിക്കും ചലിക്കുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മിൻ്റെ മുന്നേയുള്ള എല്ലാ ജനങ്ങളും അത് പറയുന്നത് ഈ ഒരു ഉമ്മത്തിൽ മസീഹും വരേണ്ടതായിരുന്നു എന്നാണ്, ആ ഒരു വ്യക്തി ഉമ്മത്തിൽ വരുന്നതാണ് എന്ന്. ഹുദല്ലിൽ മുത്തഖീനിൽ ഒരു കാര്യം പറഞ്ഞു തന്നിരിക്കുന്നത് ഇതാണ്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങൾ വീണ്ടും വീണ്ടും ദുആ ചെയ്യുന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കുക എന്ന്. അള്ളാഹു ആ ഹിദായത്ത് നൽകിയുണ്ടായി, ഹുദല്ലിൽ മുത്തഖീൻ എന്നുള്ളത്. മുസ്ലിം തആല ഈ കാര്യത്തെ പറഞ്ഞിരിക്കുന്നു. ചോദ്യം ഇതാണ്, ഇതിൽ നിന്ന് ഫലം എങ്ങനെയാണ് എടുക്കേണ്ടത്? ആരാണ് അതിനെടുക്കുക? ആ ഫലം നിങ്ങൾ നോക്കുക. ഇസ്ലാം ശരീഅത്തിന് മുന്നേ, വിശുദ്ധ ഖുർആനിന് മുന്നേ യഹൂദികളുടെ കയ്യിൽ തൗറാത്ത് ഉണ്ടായിരുന്നു. മദീനയിൽ അവരുണ്ടായിരുന്നു. 3 വലിയ ഗോത്രങ്ങളുണ്ടായിരുന്നു അവർക്ക്. അവരുടെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മദീനയിൽ വന്ന് താമസിക്കാനുള്ള കാരണം തന്നെ ഇതായിരുന്നു, വരാനിരിക്കുന്ന ആ മഹത്തായിട്ടുള്ള നബി ഈ ഒരു സ്ഥലത്താണ് വരിക എന്നത് അവർക്കറിയാം. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വരികയുണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം കാണുകയുണ്ടായി. അവരെപ്പോഴും പറയുമായിരുന്നു, വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറയുമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ശരീഅത്തുണ്ട്, തൗറാത്തുണ്ടെന്ന്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ തൗറാത്തുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്തിനാണ് ഖുർആൻ്റെ ആവശ്യം എന്ന് പറയുമായിരുന്നു അവർ. ചോദ്യം ഇതാണ്, ഇപ്പോഴുള്ള ചില മുസ്ലിങ്ങൾ പ്രത്യേകമായിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഫലമായിക്കൊണ്ട് ആ ഒരു ട്രെൻഡ് തുടങ്ങിയിരിക്കുകയാണ്. മുസ്ലിങ്ങളിൽ സംശയമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്നു, ഞങ്ങളെ കയ്യിൽ വിശുദ്ധ ഖുർആനുണ്ട്, ഞങ്ങളെ കയ്യിൽ ഇതുണ്ട്, ഞങ്ങൾക്ക് എന്തിനാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ പ്രവേശിക്കേണ്ടത്, നമുക്ക് എന്താണ് ആവശ്യമെന്ന് അവർ പറയുന്നു. അതേ കാര്യമാണ് ആ കാലഘട്ടത്തിലുള്ള യഹൂദികളും ക്രൈസ്തവരും പറഞ്ഞത്, ഇതേ കാര്യമാണ്. അതുതന്നെയാണ് അവർ പറയുന്നത്. ഇന്നും അവർ ഇതൊന്നും തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ മൂസയുടെ ഗ്രന്ഥമുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്തിനാണ് വിശുദ്ധ ഖുർആൻ സ്വീകരിക്കേണ്ട ആവശ്യമാണ്. അതേ കാര്യം തന്നെയാണ് ഇവരും പറയുന്നത്. അവിടെ എന്താണ് അള്ളാഹു പറയുന്നത്? സാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഈ ഗ്രന്ഥം അള്ളാഹുൽ നിന്നാണ്, ഇതിലൊരു സംശയവുമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, പക്ഷെ ഇത് അവന് മാത്രം ഇത് ഹിദായത്ത് നൽകുന്നതാണ്, നേർമാർഗം നൽകുന്നതാണ്. ആരുടെ ഹൃദയത്തിലാണോ തഖ്വയുള്ളത്, ആരാണോ ഇത്തഖ കൈവരിക്കുന്നത്, ആരാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയെ സ്വീകരിക്കുന്നത്, അവന് മാത്രമായിരിക്കും ഇത് ഹിദായത്ത് നൽകുക, ഈ ഗ്രന്ഥം. ഇനി യഹൂദികളും ക്രൈസ്തവരും അവർ ഇത്തഖയും തഖ്വയുടെയും കാര്യത്തിൽ അവരുടെ മനസ്സിൽ ആ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, തഖ്വ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്കത് ഫലം നൽകിയില്ല. അവർ ആ ഒരു ശൈത്താനിക ചിന്തയിൽ മാത്രം നിൽക്കുകയുണ്ടായി. ഞങ്ങളുടെ കയ്യിൽ മൂസയുടെ ഗ്രന്ഥമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഗ്രന്ഥത്തിൻ്റെ അവസ്ഥ അവരെന്താണ് ചെയ്തതെന്ന് അവർ നോക്കുന്നില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഈ ആയത്തിൻ്റെ വിശദീകരണം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ സൂറ ഫാത്തിഹയുടെ തഫ്സീറിലും മുസ്ലിങ്ങളെ ഉപദേശിക്കുകയുണ്ടായി. നിങ്ങൾ നോക്കുക, അള്ളാഹുൽ നിന്ന് വരുന്നവൻ അവൻ മാത്രമാണ് വിശുദ്ധ ഖുർആൻ നന്നായി മനസ്സിലാക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കി തരുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരമെടുക്കാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾ അള്ളാഹുവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് വിദൂരപ്പെട്ടു പോകുന്നതാണ്. ഇന്ന് നിങ്ങൾ നോക്കുക, വിശുദ്ധ ഖുർആൻ ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുകളിൽ ഇറക്കപ്പെട്ടിരിക്കുന്നു.
മുസ്ലിങ്ങൾ ഇതിനെ വീണ്ടും വീണ്ടും വായിക്കുന്നു, നമസ്കാരങ്ങൾ ഇതിനെ ഓതുന്നു. ഇന്ന് നിങ്ങൾ നോക്കുക, ഇവർ വിശുദ്ധ ഖുർആന്റെ എത്ര തഫ്സീറുകളാണ് അവർ ചെയ്തിരിക്കുന്നത്. എത്രത്തോളം തഫ്സീർ ചെയ്തെന്നാൽ പല തഫ്സീറുകളും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരാൾ മറ്റേ കാര്യത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല, അയാൾ ഇദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഷിയാക്കളുടെ തഫ്സീറുകൾ നോക്കുക, വളരെയധികം അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള വിശദീകരണങ്ങളും തഫ്സീറുകളുമാണ് അവർ നൽകിയിരിക്കുന്നത്. മറ്റുള്ള ഇസ്ലാമിക കക്ഷികൾ നിങ്ങൾ നോക്കുക, എങ്ങനെ രീതിയിലുള്ള മോശപ്പെട്ട തഫ്സീറുകളാണ് ചെയ്തതെന്ന് നോക്കുക. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ മനസ്സിലാക്കണമെങ്കിൽ ലാ യമസ്സഹു ഇല്ലൽ മുത്തഹറൂൻ, ഏതുവരെ തഹാറത്ത് ഹൃദയ പരിശുദ്ധി ലഭിക്കുന്നില്ലയോ, നിങ്ങൾക്ക് ഇത്തക്ക നിങ്ങൾക്ക് തഖ്വ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലയോ, അതുവരെ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. തഖ്വ അപ്പോഴാണ് നിങ്ങൾക്ക് സാധ്യമാവുക എപ്പോഴാണോ നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്ന ആ വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ തഖ്വ, അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ പിന്തുടരുമ്പോഴായിരിക്കും. ഹദ്റത്ത് മസീഹ് ഇസ്ലാം തൻ്റെ ജമാഅത്തിന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഉപദേശിച്ചിരിക്കുന്നു. ക്രിസ്ത്യനോയിൽ വിശുദ്ധ ഖുർആന്റെ 700 കൽപ്പനകളിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു കൽപ്പനയും നിങ്ങൾ നിരാകരിക്കുകയാണെങ്കിൽ അവൻ മോക്ഷത്തിൻ്റെ കവാടങ്ങൾ തന്നിൽ മേൽ കൊട്ടിയടക്കുകയാണ് എന്ന്. ഇതാണ് തഖ്വ. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളെയും അതിൽ പ്രവർത്തിക്കുക, അപ്പോഴാണ് ആ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ സാമീപ്യം അവന് കരസ്ഥമാകുക. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണയിൽ പെട്ടുപോകാൻ പാടില്ല. അവർ ഇത് ഹുസൂർ തിരുമേനി പറഞ്ഞ ലാ യബ്ഖാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മഹു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അവർ ആ ഒരു ബാഹ്യമായിട്ടുള്ള അതിൻ്റെ വാക്കുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിടിച്ചുകൊണ്ട് അതിൽ പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള ഒരു പ്രവചനം അത് നിങ്ങളുടെ മുമ്പിൽ പൂർത്തിയാവുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഖിലാഫത്തിൻ്റെ ആ ഒരു സംവിധാനത്തിൽ നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഒരിക്കലും മോക്ഷം നിങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് അതിൽ പ്രവർത്തിക്കുക. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ജസാക്കുമുല്ലാഹ് ജസാ. എൻ്റെ അടുത്ത ചോദ്യം അതാമുജുല്ലോൺ സാഹിബിനോടാണ്. സയ്യിദന മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു, മോക്ഷം കരസ്ഥമാക്കുന്നതിന് മനുഷ്യൻ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം പുലർത്തുക എന്നുള്ളതും അതുപോലെ തന്നെ ഇത്താഅത്ത് ചെയ്യുക എന്നുള്ളതും വളരെ അനിവാര്യമാണ്. ഇതിനെക്കുറിച്ച് അല്പം വിശദീകരിച്ചാലും ഞാൻ കുറച്ച് വിശദീകരണം നൽകാം. മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ വിവരിച്ച കാര്യങ്ങൾ ഹുസൂർ പറയുന്നു, മോക്ഷം പ്രാപിക്കുന്നതിന് വളരെ അനിവാര്യമാണ് മനുഷ്യൻ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ പരിപൂർണ വിശ്വാസം പുലർത്തുക എന്നുള്ളത്. അത് വിശ്വാസം മാത്രമല്ല, ഇത്താഅത്തിനു വേണ്ടിയിട്ടും മനുഷ്യൻ തയ്യാറായിരിക്കേണ്ടതാണ്. ഏതുവരെ ദൈവം ഇതിന് വിശദീകരണം നൽകുന്നു. എന്നു മുതലാണോ ലോകം സൃഷ്ടിക്കപ്പെട്ടത്, ഈ രണ്ട് കാര്യങ്ങളും, അതായത് അള്ളാഹുവിലുള്ള പരിപൂർണ വിശ്വാസവും അനുസരണത്തിന് മാർഗം അവലംബിക്കലും, അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നു മുതൽ ലോകം ഉണ്ടായോ ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽമാർ മുഖേനയാണ് ഇത് ലഭ്യമായിക്കൊണ്ടിരുന്നത്. പിന്നെ എത്രമാത്രം മോശമായ ചിന്തമാണ് ഒരു വ്യക്തി തൗഹീദ് വിശ്വസിക്കുന്നു എന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് എത്ര മോശമായ സംഗതിയാണ്. ചില ആളുകൾ വിചാരിക്കുന്നത് തൗഹീദ് വിശ്വസിച്ചാൽ മാത്രം മതി, ഒരു പ്രവാചകനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഹുസൂർ ഇതിൽ പറയുന്നത് ഈ കാര്യം പറയുന്നത് പറയുന്നു, അള്ളാഹുവിൻ്റെ വ്യക്തിത്വം അള്ളാഹിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് അത് വളരെ അതിലുള്ള വിശ്വാസം ബുദ്ധി കൊണ്ട് മാത്രം പ്രാപ്യമാകുന്ന ഒന്നല്ല. അള്ളാഹു പറയുന്നു ലാ യുദ്രിക്കുൽ വഹു യുദ്രിക്കുൽ അബ്സാർ, അതായത് കണ്ണുകൾക്ക് അവന് പ്രാപിക്കാൻ പറ്റില്ല, പക്ഷെ അവൻ കണ്ണുകളിലേക്ക് എത്തുന്നു, അള്ളാഹു മനുഷ്യരിലേക്ക് എത്തുന്നു. അവനെ തിരിച്ചറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് പ്രവാചകന്മാരാണ്. റസൂലിനെ ഇത്താഅത്തിൻ്റെ ഫലമായിട്ടാണ് അള്ളാഹുവിൽ നമുക്ക് പരിപൂർണ വിശ്വാസം നമുക്ക് സംജാതമാക്കാൻ സാധിക്കുള്ളൂ. അതാണ് മോക്ഷത്തിനുള്ള ഉറവിടം. പിന്നീട് ഹുസൂർ ഈ ഗ്രന്ഥത്തിൽ തന്നെ ഇത്താഅത്തിനെ സംബന്ധിച്ച്
വിശുദ്ധ ഖുർആനിൻ്റെ നിരവധി ആയത്തുകൾ വിവരിക്കുകയുണ്ടായി. അതിൽ പറയുകയുണ്ടായി ഇത്താദത്ര പ്രധാനമായിരിക്കുന്നു. ഹുസൂർ പറയുന്നു, വമാ അർസൽന ഇല്ലാ ലിയുത്താ ബിഇസ്നില്ല. നാം ഈ ലോകത്ത് ഏതൊക്കെ പ്രവചനം അയച്ചിട്ടുണ്ടോ അതിൻ്റെ ലക്ഷ്യം ഇതാണ്, അവർ അനുസരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ. എന്തെന്നാൽ അവരുടെ അനുസരണത്തിലൂടെയാണ് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിലുഹു നാറൻ ഖാലിദൻ ഫിഹാ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്നവർ, അവൻ്റെ പരിധികളെ ലംഘിക്കുന്നവർ, അവരെ അള്ളാഹു നരകത്തിലിടുന്നതാണ്. അതായത് ഇത്താഅത്ത് എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ സംഗതി തന്നെയാണ്. വിശ്വാസത്തിന് വേണ്ടി സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. ഈ ആയത്തും ഹുസൂർ കോട്ട് ചെയ്യുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൽ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മുഹബ്ബത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിപൂർണ്ണ വിശ്വാസത്തിൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവനോട് പോയാൽ ദൃഢവിശ്വാസത്തിലെത്താൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള ഒറ്റ മാർഗ്ഗമുള്ളൂ, ഫത്തബിഊനി, എന്നെ പിന്തുടരുക. അപ്പോൾ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നതാണ്. ഈ ഒരു കവാടമാണ് മോക്ഷത്തിനുള്ള കവാടം. അതിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിലെത്താൻ സാധിക്കുള്ളൂ. ഹുസൂർ ഇതും പറയുകയുണ്ടായി, തീർച്ചയായും ചില പരിശുദ്ധ ആളുകളുണ്ട്, അവരുടെ നന്മ കാരണം അള്ളാഹു അവർക്ക് സന്മാർഗത്തിന് മാർഗം കാണിച്ചു കൊടുക്കും. വല്ലദീന ജാഹുദു ഫീന ലഹദീനഹും സുബുലനാ. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം, അബുൽ ഖൈർ യഹൂദി, ഹുസൂർ പറയുകയുണ്ടായി, അദ്ദേഹം വളരെ ഏകദൈവ വിശ്വാസിയായിരുന്നു, അള്ളാഹുവിൻ്റെ ഏകത്വം വിശ്വസിക്കുന്ന ആളായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിച്ചിരുന്നില്ല. പള്ളീൻ്റെ അടുത്ത് പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ തിലാവത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്ത് അയാളുടെ ചെവിയിൽ വന്നപ്പോൾ, ആ ഹസിബിന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. അതായത് ജനങ്ങൾ വിചാരിക്കുന്നത് അവർ വിശ്വസിച്ചു എന്നിട്ട് കാരണത്താൽ അവരെ വെറുതെ വിടുമെന്നാണോ, അവർക്ക് പരീക്ഷിക്കപ്പെടില്ല എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ അയാൾ കരയാൻ തുടങ്ങി. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ രാത്രി സ്വപ്നത്തിൽ തിരുമേനിയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അയാളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വളരെ നല്ല മഹാനായ വ്യക്തിയാണ്, നിങ്ങളെ എൻ്റെ നുബുവത്ത് എങ്ങനെയാണ് എനിക്ക് നിഷേധിക്കാൻ സാധിക്കുക? ഇനി എന്തുകൊണ്ട് എൻ്റെ പ്രവാചകത്വം അംഗീകരിക്കുന്നില്ല? അടുത്ത ദിവസം തന്നെ അദ്ദേഹം എണീച്ചപ്പോൾ നടന്നപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കേണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് അംഗീകരിച്ചു. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇതാണ് വാസ്തവത്തിൽ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ വിവരിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ളത് നബി ഇല്ലാണ്ട് സാധ്യമല്ല. പ്രവാചകൻ എന്ന് പറയുന്നത് ദർപ്പണമാണ്. അതിലൂടെയാണ് അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുക. അതിലൂടെയാണ് നമുക്ക് പരിപൂർണമായ മാരിഫത്ത് ലഭിക്കുക. അതെങ്ങനെയാണ് പിന്നീട് നമുക്ക് മോക്ഷം ലഭിക്കുന്നത്? ജസാക്കുമുല്ലാഹ് ഹസ്സനുൽ ജസാ. പ്രേക്ഷകരെ, ഇതോടുകൂടെ ഇന്നത്തെ ഈ പരിപാടി അവസാനിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ സയ്യിദുനാ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയുന്നു, അള്ളാഹു എൻ്റെ സത്യത്തിനു വേണ്ടി സാക്ഷ്യമെന്നോണം 3 ലക്ഷത്തിലധികം ദൈവിക അടയാളങ്ങൾ പ്രകടിപ്പിച്ചു. സൂര്യചന്ദ്രഗ്രഹണങ്ങളും പ്രകടിപ്പിക്കേണ്ടായി. ആരാണോ അള്ളാഹുവിൻ്റെയും റസൂലിനെയും ഈ വിവരണത്തെ വിശ്വസിക്കാത്തത്, അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ റദ്ദാക്കുന്നത്, എന്നെ ഒരുപാട് അടയാളങ്ങൾ വെളിപ്പെട്ടിട്ടും ഞാൻ കറ്റുകെട്ടനാണെന്ന് പറയുന്നത്, അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും മുഅ്മിനാണെന്ന് പറയപ്പെടുന്നതല്ല. ഇതോടൊപ്പം തന്നെ പ്രേക്ഷകരെ, ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഇത് തുടരുന്നതായിരിക്കും. അതുവരേക്കും अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों खुदा पाओगे,
का बताया